തുടങ്ങാം. നമുക്ക് ഫോർത്ത് സെമ്മിൻ്റെ കോർ പേപ്പറായ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ എക്കണോമിക് അനാലിസിസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അത് നമുക്ക് നോക്കാം. ഇതിൽ സിലബസിൽ വരുന്നത് 4 മോഡ്യൂൾസാണ്. ഫസ്റ്റ് മോഡ്യൂൾ ഡിഫറൻഷ്യൽ കാൽക്കുലസ്, രണ്ടാമത്തെ മോഡ്യൂൾ ഇൻഡെക്സ് നമ്പേഴ്സ് ആൻഡ് ടൈം സീരീസ് അനാലിസിസ്, തേർഡ് മോഡ്യൂൾ ഫണ്ടമെൻറ്റൽസ് ഓഫ് പ്രോബബിലിറ്റി, ഫോർത്ത് മോഡ്യൂൾ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ നമുക്ക് ഫസ്റ്റ് മോഡ്യൂളായ ഡിഫറൻഷ്യൽ കാൽക്കുലസ് നോക്കാം. അതിൽ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലിമിറ്റാണ്. നമുക്ക് എക്കണോമിക്സിൽ നമ്മൾ പലപ്പോഴും ഡീൽ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ ഒരു ഇൻഫിനിറ്റ് വാല്യൂവിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഫങ്ഷൻ്റെ ബിഹേവിയറാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. അതായത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ സെയിൽസ് പ്രൊമോഷൻ നമ്മൾ എഫേർട്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ എത്രത്തോളം, അതായത് നമ്മൾ എത്ര അഡ്വർടൈസ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ എത്രത്തോളം ഇൻക്രീസ്, അതിൻ്റെ ഒരു ലിമിറ്റിംഗ് ലെവൽ ഉണ്ടാവും. എത്ര തന്നെ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും ആ പ്രൊഡക്ഷൻ എത്തിച്ചേരുന്നൊരു ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റ് എത്രയാണ് എന്ന് കണ്ടെത്തുക. അതാണ് ഇവിടെ കൺസെപ്റ്റ് ഓഫ് ലിമിറ്റ് എന്നതിൽ നമ്മൾ നോക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4/x-2 എന്നുള്ളത്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 2 ആണെങ്കിൽ നമുക്കിവിടെ കിട്ടുക ഒരു ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ് അല്ലേ. 2² - 4 / 2 - 2. അപ്പോൾ 0/0 എന്നുള്ളൊരു ആൻസറാണ് കിട്ടുക. അതേസമയം ഈ എക്സിൻ്റെ വാല്യൂ 2നോട് നിയറസ്റ്റ് ഓഫ് 2 ആയിട്ടുള്ള വാല്യൂസ് എടുക്കുകയാണ്. അതായത് 1.99, 1.99, 1.9, 1.8 എങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. 4-നടുത്തുള്ള വാല്യൂ ആണ് ഇവിടെ കിട്ടുന്നത് അല്ലേ. അതുപോലെ തന്നെ 2നേക്കാൾ ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ അതിനോട് തൊട്ടടുത്ത് തന്നെ വരുന്ന വാല്യൂസ് 2.001, 2.01, 2.1, 2.2 ഇങ്ങനെയുള്ള വാല്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നോക്കാം. അവിടെ നമുക്ക് വരുന്ന 4നോട് അടുത്തുള്ള വാല്യൂസ്. അപ്പോൾ അതിന് 4.001, 4.01, 4.1, 4.2 അല്ലേ. അതായത് ഇവിടെ എക്സിൻ്റെ വാല്യൂ ആ 2 എന്നുള്ളതിനോട് റിലേറ്റ് ചെയ്യുക. അതായത് 2നേക്കാൾ കുറച്ച് കുറവും കുറച്ച് കൂടുതലായി വരുമ്പോൾ നമുക്ക് നോക്കാം അവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 4നോടാണ് എടുക്കുക. അതായത് ഇവിടെ 4, അവിടെ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 4 ആണ്. പിന്നെ ഈ ലിമിറ്റിംഗ് ഫംഗ്ഷനിൽ ഒരുപാട് റൂൾസ് ഉണ്ട്. ഒന്നാമത്തെ റൂൾ നോക്കാം നമുക്ക്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ഓഫ് കെ ഈസ് ഈക്വൽ ടു കെ. കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ആ വാല്യൂ തന്നെയായിരിക്കും. അതിവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 6 ഓഫ് 5 ഈസ് ഈക്വൽ ടു 5. 5 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റ് വാല്യൂവിൻ്റെ ലിമിറ്റിംഗ് ഫംഗ്ഷൻ ലിമിറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ കോൺസ്റ്റൻറ്റ് തന്നെയായിരിക്കും. ഇനി റൂൾ 2, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എൻ. അതായത് ഒരു പവേർഡ് വാല്യൂവിൻ്റെ ലിമിറ്റ് നമ്മൾ കാണുകയാണെങ്കിൽ അതിൻ്റെ എക്സ് ടെൻസ് ടു എത്ര വാല്യൂ ആണോ ആ വാല്യൂവിൻ്റെ പവർ ആയിരിക്കും. അതിവിടെ എക്സാമ്പിൾ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x² ഈസ് ഈക്വൽ ടു 3² ആണ്. ഇനി നെക്സ്റ്റ് റൂൾ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റാണ് കാണേണ്ടതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കോൺസ്റ്റൻറ്റ് ഇൻറ്റു ലിമിറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് നമുക്ക് കാണേണ്ടത് ലിമിറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എഫിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്തു, കോൺസ്റ്റൻറ്റ് ഇൻറ്റു ലിമിറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റിനാണെന്ന് പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു. അതുകൊണ്ട് കെ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ആണ്. എക്സാമ്പിൾ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 5 ഇൻറ്റു x³ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 ആണ് കോൺസ്റ്റൻറ്റ്. 5 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x³. ഈ നെക്സ്റ്റ് റൂൾ നമ്പർ 4 നോക്കാം. ലിമിറ്റിംഗ് ഫംഗ്ഷൻ ഇവിടെ അഡീഷനും സബ്ട്രാക്ഷനുമാണ്. അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യേണ്ട ഒരു ലിമിറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ജി ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്തിട്ടുള്ളതിന് ലിമിറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഓരോ ഫംഗ്ഷൻ്റെയും ലിമിറ്റ് കണ്ടിട്ട്
അഡീഷനോ സബ്ട്രാക്ഷനോ കാണാം. അതായത് ലിമിറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് എക്സ് ടെൻസ് ടു എ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണെങ്കിൽ അവിടെ നമ്മൾ ലിമിറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടതിന് ശേഷം അതിനോട് ലിമിറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ജി ഓഫ് എക്സ് ആഡ് ചെയ്യാം. ഇത് റൂൾ നമ്പർ 5. ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്. ഇവിടെയും റൂൾ നമ്പർ 4 പറഞ്ഞ പോലെ മൾട്ടിപ്ലിക്കേഷൻ, രണ്ട് ഫംഗ്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ ലിമിറ്റ് കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഓരോ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. ഇനി റൂൾ നമ്പർ 6, ഇതിവിടെ ഡിവിഷനാണ്. ഡിവിഷനും അതുപോലെ തന്നെ രണ്ട് ഫംഗ്ഷൻ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പം ഓരോ ഫംഗ്ഷൻ്റെയും ലിമിറ്റ് കണ്ടതിന് ശേഷം ഡിവൈഡ് ചെയ്യാം. അതായത് ആദ്യത്തെ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടതിന് ശേഷം രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കാണുക, എന്നിട്ട് അത് തമ്മിൽ ഡിവൈഡ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫംഗ്ഷൻ എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ 0, അതായത് നോട്ട് ഈക്വൽ ടു 0 ആവണം. അതായത് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളെ വാല്യൂ എന്തായിരിക്കും? ഒരു ഇൻഫിനിറ്റ് വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഫംഗ്ഷൻ എല്ലായ്പ്പോഴും നോട്ട് ഈക്വൽ ടു 0 ആവണം. ഇനി റൂൾ നമ്പർ 7 പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ദ ഹോൾ റേസ് ടു എൻ. അതായത് എക്സിൻ്റെ പവറല്ല, ഫംഗ്ഷൻ്റെ തന്നെ പവറാണ് കാണേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടിട്ട് അതിൻ്റെ പവർ കാണാം. ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ട് എന്നതിന് ശേഷം അതിൻ്റെ പവർ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ദ ഹോൾ റേസ് ടു എൻ. ഇനി ഒരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത്, അതൊരു ഫംഗ്ഷൻ നമ്മളെടുക്കുക y ഈസ് ഈക്വൽ ടു 3x പ്ലസ് 7. അവിടെ x ഈക്വൽ ടു 2 ആണെങ്കിൽ നമുക്ക് നോക്കാം y ഓർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 13 ആണ്. ഇവിടെ എഫ് ഓഫ് 2 എക്സിസ്റ്റ് if there is finite and hence first condition for continuity is satisfied. അതായത് ഇവിടെ ഒരു ഫംഗ്ഷൻ നമ്മൾ കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ, അതായത് ആദ്യത്തെ ഫംഗ്ഷൻ, അതായത് എഫ് ഓഫ് എ ആണെങ്കിൽ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ്, അതൊരു അവിടെ എക്സിസ്റ്റ് ചെയ്തിരിക്കുക, അതൊരു ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആവണം എന്നുള്ളതാണ്. അത് ഫൈനൈറ്റ് ഫസ്റ്റ് ഫംഗ്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുകയും അതൊരു ഫൈനൈറ്റ് ചെയ്തെങ്കിലേ നമ്മളത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയുള്ളൂ. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3x പ്ലസ് 7 എന്ന് പറയുന്നത് 13 ആണ്. അതായത് ഇവിടെ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3x പ്ലസ് 7 ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ ആയിരിക്കണം. അതായത് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് കണ്ടീഷന് എക്സിസ്റ്റ് ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുകയും വേണം, അതെന്താവണം? ഫൈനൈറ്റും ആയിരിക്കണം. രണ്ടാമത്തത് ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആയിരിക്കണം. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഡിഫറൻസിയേഷൻ ആണ്. ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് in a dependent variable when there is a small change in independent variable. എക്കണോമിക്സിൽ നോക്കുകയാണെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസിൻ്റെ റിലേഷൻ നമുക്ക് ഒരുപാട് കാണാം. നമ്മൾ ആദ്യം പറഞ്ഞൊരു എക്സാമ്പിൾ നോക്കാം. സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻഡിച്ചറും പ്രൊഡക്ഷനും അല്ലേ? അതായത് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസ് എന്ന് പറയുന്നതും അതിനുവേണ്ടി അഡ്വർടൈസ്മെൻറ്റ് തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നു. അതായത് ഒരു ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേറ്റ്. അതായത് ഒരു വാരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റൊരു വാരിയബിളിൽ ചേഞ്ച് ഉണ്ടാവും. അതായത് ഒരു വാരിയബിളിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് മറ്റു വാരിയബിളിൽ അതിനോട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മറ്റൊരു വാരിയബിളിൽ എത്രത്തോളം ചേഞ്ച് ഉണ്ടാക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുക. അതാണ് ഇവിടെ ഡിഫറൻസിയേഷൻ. അപ്പോൾ സെൻസിറ്റിവിറ്റിയാണ് അത് വിത്ത് റെസ്പെക്ട് ഔട്ട്പുട്ടിലുണ്ടാകുന്ന ചേഞ്ച്, സെൻസിറ്റിവിറ്റി വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ഇൻപുട്ടിലുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് ഔട്ട്പുട്ട് എത്രത്തോളം പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അത് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫറൻസിയേഷൻ കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയാം.
അതായത് ഇവിടെ ഒരു ഇൻപുട്ടിലുണ്ടാവുന്ന ചേഞ്ചസിനനുസരിച്ച് ഔട്ട്പുട്ടിൽ ചേഞ്ച് ഉണ്ടാവുക. ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എത്രത്തോളം ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നു. അതാണ് ഇവിടെ ഡിഫറൻസിയേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫറൻസിയേഷൻ്റെ റൂൾസ് നോക്കാം. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഡിഫറൻസിയേഷൻ ഓഫ് എ പവർ ഫംഗ്ഷൻ. അതായത് y ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു n ആണെന്നുണ്ടെങ്കിൽ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. അതായത് ഒരു ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ ഒരു എക്സ് വാല്യൂവിൻ്റെ ഡിഫറൻസിയേഷൻ അവിടെ പവർ ഉണ്ടെങ്കിൽ എന്തായിരിക്കും എന്നറിയോ? ആ പവേർഡ് വാല്യൂ ഇൻറ്റു എക്സ് വാല്യൂ ടു ദ പവർ ഓഫ് ആ പവേർഡ് വാല്യൂവിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക. എക്സ് സ്ക്വയറിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1. മനസ്സിലായല്ലോ? അതായത് എക്സ് റേസ് ടു n എന്നുള്ളതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ആയിരിക്കും. ഇനി രണ്ടാമത്തത് സം ചെയ്യുക അല്ലെങ്കിൽ സമ്മും ഡിഫറൻസും കാണുമ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഫംഗ്ഷൻ തമ്മിലാണല്ലോ സം ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ സബ്ട്രാക്ഷൻ കാണുന്നത്. അങ്ങനെ ഫസ്റ്റ് ഫംഗ്ഷനെ നമുക്ക് യു ആയിട്ടും സെക്കൻഡ് ഫംഗ്ഷനെ നമുക്ക് വി ആയിട്ടും എടുക്കുകയാണെങ്കിൽ യു പ്ലസ് വി എന്നുള്ളത് എന്തായിരിക്കും? ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ്. അതായത് ആദ്യത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് അതിനോട് രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആഡ് ചെയ്യുക. സബ്ട്രാക്ഷൻ ആണെങ്കിൽ ആദ്യത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് അതിൽ നിന്നും രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കുറയ്ക്കുക. ഇനി നോക്കുക, ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. y എന്ന് പറയുന്നത് k ആണെങ്കിൽ, k ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ dy ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി കെ ബൈ ഡി എക്സ് ആണ്. അതെല്ലായ്പ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് നമ്മളോട് ഡെറിവേറ്റീവ് കാണാൻ ഡി ബൈ ഡി എക്സ് ഓഫ് 2 എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? 0 ആണ്. ഓർക്കുക, എല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ അഡിറ്റീവ് കോൺസ്റ്റൻറ്റ്. നമുക്ക് ഒരു കോൺസ്റ്റൻറ്റും ഇൻറ്റു അതിൻ്റെ കോൺസ്റ്റൻറ്റിനോട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അതായത് കെ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണെങ്കിൽ എന്താ വരുന്നത്? ആദ്യം ആ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഒരു ഫംഗ്ഷനാണ്. കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആ കോൺസ്റ്റൻറ്റിനെ അതുപോലെ അവിടെ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കുക. y ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് റേസ് ടു 6 ആണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം? 5 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് റേസ് ടു 6ൻ്റെ ഡെറിവേറ്റീവ് കാണാം. എക്സ് റേസ് ടു 6ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം 6x റേസ് ടു 6 മൈനസ് 1 ആണ്. അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അതായത് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പം കോൺസ്റ്റൻ്റ് മാറ്റി വയ്ക്കുക, എന്നിട്ട് ഡെറിവേറ്റീവ്സ് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് കോൺസ്റ്റൻ്റ് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഒരു പ്രോഡക്റ്റാണ്. നമ്മളിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കാണുക, രണ്ട് ഫംഗ്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഡെറിവേറ്റീവാണ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷനെ നമുക്ക് യു ആയിട്ടും സെക്കൻഡ് ഫംഗ്ഷനെ നമ്മൾ വി ആയിട്ടും എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുക, ആദ്യത്തെ ഫംഗ്ഷൻ എന്താണ്? യു ആണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ വി ആണ്. ഇങ്ങനെയാണെങ്കിൽ രണ്ട് ഫംഗ്ഷൻ തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതായത് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. അതായത് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. ഇനി കോഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കാണേണ്ടത് സെക്കൻഡ് ഫംഗ്ഷൻ വി ആണ് അല്ലേ. സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു
derivative of the first function minus first function into derivative of second function whole divided by second function square. ഇവിടെ നോക്കുക, ഒരു എക്സാമ്പിൾ നോക്കുക. 2x² + 3 ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ആണ് അല്ലേ. അപ്പോൾ യു എന്ന് പറയുന്നത് 2x² + 3യും വി എന്ന് പറയുന്നത് എക്സും ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ വി ഇൻറ്റു du/dx അല്ലേ. വി എന്ന് പറയുന്നതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2x² + 3 മൈനസ് 2x² + 3 ഇൻറ്റു d/dx ഓഫ് എക്സ്. ഇനി ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്. ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ എക്സാമ്പിളും നമ്മൾ ഒരൊറ്റ ഫസ്റ്റ് ഡെറിവേറ്റീവാണ് കണ്ടത് അല്ലേ. നമ്മൾ ഇപ്പോൾ x⁶ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നതാണ് 6 ഇൻറ്റു x⁵ എന്ന് വന്നു അല്ലേ. ഇനി ആ ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടിയാൽ നമ്മൾ ഫസ്റ്റ് ഓർഡർ എന്നാണ് പറയാം അല്ലേ. ഈ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, ഈ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിനെ വീണ്ടും നമ്മൾ ഡിറൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സെക്കൻഡ് ഓർഡർ. ഈ സെക്കൻഡ് ഓർഡറിനെ നമ്മൾ വീണ്ടും ചെയ്യുകയാണെങ്കിൽ തേർഡ് ഓർഡർ. അങ്ങനെ നമുക്ക് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് കാണാൻ പറ്റുന്നതാണ് അല്ലേ. അത് y⁴n എത്ര വേണമെങ്കിൽ നമുക്ക് ചെയ്തു പോകും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണെന്നുണ്ടെങ്കിൽ x⁵ അതിന് x⁶ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 ഇൻറ്റു x⁵ ആണ്. ഇനി അതിൻ്റെ നെക്സ്റ്റ് പവർ എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ 6 ഇൻറ്റു x⁵ ഡെറിവേറ്റീവ് കാണാം. അങ്ങനെ ആ പ്രോസസ്സിങ്ങിനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഇനി ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം. ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ഒരു മിനിമം വാല്യൂ നമുക്ക് കണ്ടെത്തണമെന്നാണ് ഡെറിവേറ്റീവ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് =0 ആയിരിക്കണം. മാക്സിമം മിനിമം കാണുന്നത് രണ്ട് കേസാണെങ്കിലും എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് dy/dx എന്ന് പറയുന്നത് എന്തായിരിക്കണം? =0 ആയിരിക്കണം. ഇനി അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് നമ്മൾ കാണും. ആ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ആ ഫംഗ്ഷൻ മാക്സിമം ആണോ മിനിമം ആണോ എന്ന് പറയുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുമ്പോൾ അത് >0 ആണെങ്കിൽ അതെന്താണ്? മിനിമവും. <0 ആണെങ്കിൽ മാക്സിമമാണ്. 0നേക്കാൾ കൂടുതലാണെങ്കിൽ മിനിമമാണ്, 0നേക്കാൾ കുറവാണെങ്കിൽ മാക്സിമം ആയിരിക്കും. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം കാണാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് =0 ആക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് >0 ആണെന്നുണ്ടെങ്കിൽ അത് മിനിമവും, <0 ആണെന്നുണ്ടെങ്കിൽ അത് മാക്സിമവും ആയിരിക്കും. ആണ് നമ്മളിത് നോക്കുന്നത്. ഇവിടെ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഫെമിലിയർ ആണ്. വിച്ച് മെഷേഴ്സ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഓഫ് എ വേരിയബിൾ ഓവർ എ സ്പെസിഫൈഡ് ടൈം. It is a number that expresses the relative change in price, quantity or value compared to a base period. ഒരു ബേസ് പീരിയഡിനെ കമ്പയർ ചെയ്തിട്ട് ഈ ഒരു കറണ്ട് പീരിയഡിൽ പ്രൈസിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ വാല്യൂയിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് ഈ ഇൻഡെക്സ് നമ്പർ പറയുന്നത്. അതായത് ഒരു ബേസ് ഇയറിനെ പറഞ്ഞിട്ട് ആ ബേസ് ഇയറിലെ പ്രൈസിനെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഈ പ്രസൻറ്റ് ഇയറിൽ എത്രത്തോളം ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ഇൻഡെക്സ് നമ്പർ പറയുന്നത്. The index numbers measures the value of an item or group of items at a particular point in time as a percentage of the value of an item at another point in time. ഇനി ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ടൈപ്സ് 3 തരത്തിലുള്ള ഇൻഡെക്സുകളുണ്ട്. പ്രൈസ് ഇൻഡെക്സ്, ക്വാണ്ടിറ്റി ഇൻഡെക്സ് ആൻഡ് വാല്യൂ ഇൻഡെക്സ്. ഈ ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ യൂസസ്, ഇൻഡെക്സ് നമ്പേഴ്സിനെ നമ്മൾ പറയുന്നത് എക്കണോമിക് ബാരോമീറ്റേഴ്സ് എന്നാണ്. അതായത് ചേഞ്ചസ് മെഷർ ചെയ്യാൻ വേണ്ടി, എക്കണോമിക് ചേഞ്ചസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇൻഡെക്സ് നമ്പേഴ്സാണ്. അതുപോലെ തന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് സ്യൂട്ടബിൾ എക്കണോമിക് പോളിസീസ് ആൻഡ് പ്ലാനിങ്. Then they are used in studying trends and tendencies. They are useful in forecasting future economic activity. Then index numbers measure the purchasing power of money. Then index numbers are used in deflating.
ദെൻ ടൈപ്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്. ഇൻഡെക്സ് നമ്പേഴ്സിനെ മെയിനായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അൺവെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സും വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സും. അൺവെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സിന് സിമ്പിൾ ആഗ്രിഗേറ്റീവ് മെത്തേഡും സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സുമാണ്. വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വെയ്റ്റഡ് ആഗ്രിഗേറ്റീവ് ഇൻഡീസസ് ആണ്. ഈ വെയ്റ്റഡ് ആഗ്രിഗേറ്റീവ് ഇൻഡീസസ് എന്ന് പറയുമ്പോൾ അതിൽ ലാസ്പേയേഴ്സ്, പാസ്ചീസ്, ഡോർബിഷ് ആൻഡ് ബൗളി, ഫിഷേഴ്സ്, മാർഷൽ ആൻഡ് എഡ്ജ്വർത്ത് ആൻഡ് കെല്ലി, അങ്ങനെ 6 മെത്തേഡ്സ് ആണുള്ളത്. അത് നമുക്ക് സിമ്പിൾ ആഗ്രിഗേറ്റീവ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഈ സിമ്പിൾ ആഗ്രിഗേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത് പ്രൈസസ് ഓഫ് കമ്മോഡിറ്റീസ് ഇൻ എ ഗിവൺ ഇയർ ഈസ് ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ ഓഫ് ദ പ്രൈസസ് ഓഫ് കമ്മോഡിറ്റീസ് ഇൻ എ ബേസ് ഇയർ. അതായത് ബേസ് ഇയറിലുണ്ടായ പ്രൈസസ് കൊണ്ട് കറണ്ട് ഇയർ പ്രൈസസിനെ ഡിവൈഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. P01 ഈസ് ഈക്വൽ ടു സിഗ്മ P0 ബൈ P1 ഇൻറ്റു 100. രണ്ടാമത് സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സ് മെത്തേഡ്. പ്രൈസ് റിലേറ്റീവ് മീൻസ് ദ റേഷ്യോ ഓഫ് പ്രൈസസ് ഓഫ് എ സർട്ടൈൻ ഐറ്റം ഇൻ കറണ്ട് ഇയർ ടു ദ പ്രൈസസ് ഓഫ് ദാറ്റ് ഐറ്റം ഇൻ എ ബേസ് ഇയർ. ഇവിടെ പ്രൈസ് റിലേറ്റീവ് ആണ്. സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് ആണ്. പ്രൈസ് റിലേറ്റീവ് കണ്ടിട്ട് അതിൻ്റെ ആവറേജ് ആണ്. പ്രൈസ് റിലേറ്റീവ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് പ്രൈസസ് ഓഫ് എ സർട്ടൈൻ ഐറ്റം ഇൻ കറണ്ട് ഇയർ. കറണ്ട് ഇയറിലുണ്ടാകുന്ന കറണ്ട് ഇയർ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ടു ദ അതിലുള്ള ബേസ് ഇയർ പ്രൈസ് ഉണ്ടാകുന്ന ചേഞ്ച് തമ്മിലുള്ള റേഷ്യോ. ബേസ് ഇയറും കറണ്ട് ഇയർ പ്രൈസുകൾ തമ്മിലുള്ള റേഷ്യോയിലുള്ള ചേഞ്ച്, അതായത് സിഗ്മ P1 ബൈ P0 ഇൻറ്റു 100 ഹോൾ ഡിവൈഡഡ് ബൈ n. ഇനി വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സിലെ വെയ്റ്റഡ് ആഗ്രിഗേറ്റീവ് ഇൻഡെക്സിലെ ആദ്യത്തെ ലാസ്പേയേഴ്സ് മെത്തേഡാണ്. ഈ ലാസ്പേയേഴ്സ് മെത്തേഡിൽ ബേസ് ഇയർ ക്വാണ്ടിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതായത് പ്രൈസ് ചേഞ്ച് ഈ പ്രസൻറ്റ് ഇയർ പ്രൈസും ബേസ് ഇയർ ക്വാണ്ടിറ്റിയും, ബേസ് ഇയർ പ്രൈസും ബേസ് ഇയർ ക്വാണ്ടിറ്റി. അതായത് സിഗ്മ P1 ബൈ Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. P1 എന്ന് പറയുന്നത് കറണ്ട് ഇയർ പ്രൈസും Q0 എന്ന് പറയുന്നത് ബേസ് ഇയർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ P0 എന്ന് പറയുന്നത് ബേസ് ഇയർ പ്രൈസും Q0 എന്ന് പറയുന്നത് ബേസ് ഇയർ ക്വാണ്ടിറ്റി. അത് ബേസ് ഇയർ ാണ് ഇമ്പോർട്ടൻസ്. ബേസ് ഇയർ ക്വാണ്ടിറ്റിക്കാണ് ലാസ്പേയേഴ്സ് മെത്തേഡ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതേസമയം പാസ്ചീസ് മെത്തേഡ് ആകുമ്പം അവിടെ കറണ്ട് ഇയർ ക്വാണ്ടിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സിഗ്മ P1 Q1 ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബേസ് ഇയർ കറണ്ട് ഇയർ പ്രൈസ് തന്നിരിക്കും, ആ കറണ്ട് ഇയർ പ്രൈസ് ഇൻറ്റു കറണ്ട് ഇയർ ക്വാണ്ടിറ്റി. അപ്പോൾ P1 Q1 കിട്ടും. അതിൻ്റെ സമ്മേഷൻ സിഗ്മ ഡിവൈഡഡ് ബൈ ബേസ് ഇയർ പ്രൈസും കറണ്ട് ഇയർ ക്വാണ്ടിറ്റി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. P0 Q1 ഒരു കോളം, അതിൻ്റെ സമ്മേഷൻ സിഗ്മ, അതിന് സിഗ്മ P1 ബൈ Q1 ഡിവൈഡ് ചെയ്യുക അതുകൊണ്ട്, എന്നിട്ട് ഇൻറ്റു 100 കൊടുക്കുക. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ്. ഈ ഫിഷേഴ്സ് മെത്തേഡിന് നമ്മൾ ഐഡിയൽ ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. ഇത് എന്ന് പറയുന്നത് ജിയോമെട്രിക് മീൻ ഓഫ് ലാസ്പേയേഴ്സ് ആൻഡ് പാസ്ചീസ് ആണ്. ഫിഷേഴ്സിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് ജിയോമെട്രിക്, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് ലാസ്പേയേഴ്സ് ഇൻറ്റു പാസ്ചീസ്, അതായത് ലാസ്പേയേഴ്സും പാസ്ചീസും ഉൾക്കൊള്ളുന്നതാണ് ഫിഷേഴ്സ്. ഈ ഫിഷേഴ്സ് കറണ്ട് ഇയറിനും ബേസ് ഇയറിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, വെയിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു ഇൻഡെക്സ് ഐഡിയൽ ഇൻഡെക്സ് ആവാനുള്ള ക്വാളിറ്റീസ് അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ടെസ്റ്റാണ് ഫിഷേഴ്സിൻ്റെ ഐഡിയൽ ഇൻഡെക്സ്. പിന്നെ അടുത്ത് വരുന്നത് മാർഷൽ-എഡ്ജ്വർത്ത് മെത്തേഡാണ്. മാർഷൽ-എഡ്ജ്വർത്ത് മെത്തേഡ് എന്ന് പറയുന്നത് അരിത്മെറ്റിക് മീൻ ഓഫ് കറണ്ട് ആൻഡ് ബേസ് ഇയർ ക്വാണ്ടിറ്റീസ് ആണ്. ഇവിടെ സമ്മേഷനാണ് വരുന്നത് സിഗ്മ P1 Q0 പ്ലസ് സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 പ്ലസ് സിഗ്മ P0 Q1 ആണ്. അതായത് P1 എന്ന് പറയുന്നത് ബേസ് ഇയർ പ്രൈസും P0 എന്ന് പറയുന്നത് സിഗ്മ P1 എന്ന് പറയുന്നത് കറണ്ട് ഇയർ പ്രൈസും P0 എന്ന് പറയുന്നത് ബേസ് 0 എന്ന് പറയുന്നത് ബേസ് ആണ്, ബേസ് ഇയർ പ്രൈസും Q0 എന്ന് പറയുന്നത് ബേസ് ഇയർ ക്വാണ്ടിറ്റിയും Q1 എന്ന് പറയുന്നത് കറണ്ട് ഇയർ ക്വാണ്ടിറ്റിയുമാണ്. ഇനി കെല്ലീസ് മെത്തേഡ്. കെല്ലീസ് മെത്തേഡിൽ P01 ഈസ് ഈക്വൽ ടു സിഗ്മ P1 Q ഡിവൈഡഡ് ബൈ P0 Q. Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയാണ്, അത് ബേസ് ഇയർ ആണോ കറണ്ട് ഇയർ ആണോ എന്നുള്ളൊരു ക്വാണ്ടിറ്റി നമുക്ക് തന്നിരിക്കും, ആ Q ആണ്. Q റെഫേഴ്സ് ടു സം പീരിയഡ്, നോട്ട് നെസസറിലി ദ ബേസ് ഇയർ ഓർ കറണ്ട് ഇയർ. ഇനി വെയ്റ്റഡ് ആവറേജ് ഓഫ് റിലേറ്റീവ്സ്. ഇവിടെ ഓരോ ക്വാണ്ടിറ്റിക്കും അതിൻ്റേതായ വെയ്റ്റ്സ്
അസൈൻ ചെയ്യുന്ന മെത്തേഡാണ്. വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത്. ഇവിടെ അരിത്മെറ്റിക് മീൻ ഓർ ജിയോമെട്രിക് മീൻ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ അരിത്മെറ്റിക് മീൻ ഉപയോഗിക്കുമ്പോൾ സിഗ്മ പി വി ബൈ സിഗ്മ വി ആണ്. സിഗ്മ പി വി ബൈ സിഗ്മ വി. അപ്പോൾ ഇവിടെ അരിത്മെറ്റിക് മീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്. പ്രൈസ് റിലേറ്റീവിൻ്റെ ബേസിൽ എല്ലാവരും നിന്ന് വെയ്റ്റ് നൽകുന്നത്, വെയ്റ്റ് അസൈൻ ചെയ്തിരിക്കുകയാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ടെസ്റ്റ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ 2 ടെസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ടൈം റിവേഴ്സൽ ടെസ്റ്റും മറ്റൊന്ന് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും. നമ്മൾ മുമ്പ് പറഞ്ഞ ഫിഷേഴ്സിൻ്റെ ഐഡിയൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ, ഫിഷറിൻ്റെ ഐഡിയൽ ഇൻഡെക്സ് എന്ന് പറയാൻ ഈ ടൈം റിവേഴ്സൽ ടെസ്റ്റും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ടാണ് ഫിഷറിൻ്റെ ഇൻഡെക്സ് നമ്പറിന് നമ്മൾ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ടൈം റിവേഴ്സൽ ടെസ്റ്റ് എന്ന് പറയുന്നത്? P01 ഇൻറ്റു P10 ഇസ് ഈക്വൽ ടു 1. അതായത് ഇവിടെ P01ഉം P10യും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 1 കിട്ടണം. ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് എന്ന് പറയുന്നത് P01 ഇൻറ്റു Q0, ഇവിടെ ക്വാണ്ടിറ്റിയാണ്, Q01 ചെയ്ത് കഴിഞ്ഞാൽ P01ഉം Q01ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആൻസർ കിട്ടണം? സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 കിട്ടണം. അതായത് P01 ഇൻറ്റു Q01 ഇസ് ഈക്വൽ ടു സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 കിട്ടണം. അതായത് ഫൈനൽ ആൻസർ അങ്ങനെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റാണ്. അപ്പോൾ ഈ ടൈം റിവേഴ്സൽ ടെസ്റ്റിൽ നമ്മൾ P01 ഇൻറ്റു P10 എന്ന് പറയുന്നത്, P01 എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് മെത്തേഡാണെങ്കിലും, ഇപ്പോൾ ലാസ്റ്റ് പേയേഴ്സോ പാസ്റ്റേഴ്സ് ആണ്. P1 Q1 എന്ന് പറയുന്നില്ലേ, അവിടെ നമ്മൾ P01 ഈസ് ഈക്വൽ ടു P1 Q1 ഡിവൈഡ് ബൈ P0 Q1 അല്ലേ പാസ്റ്റേഴ്സിൽ. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ നമ്മൾ ടൈം റിവേഴ്സൽ എന്ന് പറയുമ്പോൾ ഈ ടൈം മാറ്റി കൊടുക്കുക. ഇവിടെ നമ്മൾ P1 Q1 എന്ന് കൊടുത്തിരിക്കുന്നത് P01 ബേസ് ഇയർ പ്രൈസിനെ കറണ്ട് ഇയർ പ്രൈസാക്കി മാറ്റുന്നതാണ് P10 എന്ന് പറയുന്നത്. അവർക്ക് ടൈം റിവേഴ്സൽ ടെസ്റ്റിൽ P01 ഇൻറ്റു P10 എന്നല്ലേ. ആ P01 എന്ന് പറയുന്നത് നമ്മൾ നോർമൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ്. ആ ഇൻഡെക്സിൽ ടൈമിനെ ചേഞ്ച് ചെയ്യുക. ടൈം ബേസ് ഇയർ പ്രൈസിനെ കറണ്ട് ഇയർ പ്രൈസായിട്ടും കറണ്ട് ഇയർ പ്രൈസിന് ബേസ് ഇയർ, അതായത് P1 എന്നുള്ളതിന് എന്താക്കുക? P0യും Q1 എന്ന് പറയുന്നതിന് Q0യും ആക്കുക. അത് ഇപ്പം എന്ത് വന്നു? P10 ആവും. ഇനി അടുത്ത് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. അതായത് ഒരു എക്കോണമിയുടെ ജനറൽ കണ്ടീഷൻ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് മെഷേഴ്സ് ദ ചേഞ്ച് ഇൻ പ്രൈസസ് ഓഫ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് എൻ എക്കോണമി. ഒരു എക്കോണമിയിൽ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഉണ്ട്, നമുക്കറിയാം. അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, ടെർഷ്യറി സെക്ടർ. ഈ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചസ് മെഷർ ചെയ്യാനാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. The wholesale price of major items manufactured or produced are included in the construction of these index numbers. ഓരോ എക്കോണമിയിലും സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവും. ഈ ഐറ്റംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ കൺട്രീസ് മാറുന്നതിനനുസരിച്ച് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് മാറും. Wholesale price index represents the price of goods at a wholesale stage. Then wholesale price index is used as a measure of inflation in some economies. ചില എക്കോണമീസിൽ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാൻ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നു. നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് നമ്മളെ കൺട്രിയിലൊക്കെ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ദ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഈസ് എ മെഷർ ഓഫ് ആവറേജ് ചേഞ്ച് ഓവർ ടൈം ഇൻ ദ പ്രൈസസ് ഓഫ് കൺസ്യൂമർ ഐറ്റംസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് പീപ്പിൾ ബൈ ഫോർ ഡേ ടു ഡേ ലിവിങ്. അതായത് ഇവിടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ആവറേജ് ചേഞ്ച് ഓവർ ടൈം ഇൻ ദ പ്രൈസസ് ഓഫ് കൺസ്യൂമർ ഐറ്റംസിൽ ഒരു ഓവർ ടൈമിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാവുന്ന ആവറേജ് ചേഞ്ചസ് കൺസ്യൂമർ ഐറ്റംസിൻ്റെ പ്രൈസസിൽ ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ
ഉണ്ടാകുന്ന ആവറേജ് ചേഞ്ചിനെയാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൺസ്യൂമർ ഐറ്റംസ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ഡേ ടു ഡേ ലിവിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കമ്മോഡിറ്റീസ് ആണ്. Consumer price index is a comprehensive measure used for estimation of price changes in the basket of goods and services. Then the percentage change in this index over a period of time gives the amount of inflation over that specific period. That is the increase in prices of a representative basket of goods consumed. അതായത് ഒരു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദിസ് ഇൻഡെക്സ്, ഈ ഇൻഡെക്സിലുണ്ടാവുന്ന ചേഞ്ച് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഗിവ്സ് എമൗണ്ട് ഓഫ് ഇൻഫ്ലേഷൻ. അതായത് ഒരു സ്പെസിഫിക് പീരിയഡ്, നമ്മൾ ഏത് പീരിയഡിലാണോ നമ്മൾ ഈ ഒരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ്, ആ ഒരു പീരിയഡിനെ ബേസ് ചെയ്ത് നമുക്ക് ഇൻഫ്ലേഷൻ എത്രത്തോളം, അതായത് ആ ഒരു സ്പെസിഫിക് പീരിയഡിൽ എത്രത്തോളം ഇൻഫ്ലേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇനി ഒരു ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മെത്തേഡ് ഓഫ് കൺസ്ട്രക്ടിങ് ദ ഇൻഡെക്സ്: ആഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഓഫ് ആഗ്രിഗേഷൻ മെത്തേഡ്. അത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. അവിടെ സിഗ്മ P1 Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. അറിയാലോ, P1 എന്ന് പറയുന്നത് കറണ്ട് ഇയർ പ്രൈസും Q0 എന്ന് പറയുന്നത് ബേസ് ഇയർ ക്വാണ്ടിറ്റിയും P0 എന്ന് പറയുന്നത് ബേസ് ഇയർ പ്രൈസുമാണ്. ഇനി വരുന്നത് ഫാമിലി ബജറ്റ് മെത്തേഡ് ഓർ ദി വെയ്റ്റഡ് മെത്തേഡ് ഓഫ് വെയ്റ്റഡ് റിലേറ്റീവ്സ്. അത് ഫാമിലി ബജറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. ആ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വെയ്റ്റഡ് ഇൻഡെക്സ് പഠിച്ചില്ലേ, അത് തന്നെയാണ്. അതായത് കൺസ്യൂമർ പ്രൈസിന് സിഗ്മ PV ബൈ സിഗ്മ V ആണ്, മുമ്പ് നമ്മൾ പഠിച്ചു. അതായത് സിഗ്മ P എന്ന് പറയുന്നത് P1 ബൈ P0 ഇൻറ്റു 100 ആണ്. V എന്ന് പറയുന്നത് P0 ഇൻറ്റു Q0 ആണ്. ഇനി ഇതിൽ സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ടൈം സീരീസ് അനാലിസിസ് ആണ്. എ ടൈം സീരീസ് ഈസ് സിംപ്ലി എ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് കളക്റ്റഡ് അറ്റ് എ റെഗുലർ ഇൻ്റർവൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈമിൽ നമ്മൾ സീക്വൻസ് കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും, നമ്മൾ ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ ഫ്രം 1991 ടു 2019 വരെയാണെന്ന് എഴുതിക്കോളൂ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പീരീഡ് പറയുന്നത്, ആ പീരീഡിലെ ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു ടൈം സീരീസ് ഡാറ്റയാണ്. അപ്പോൾ അതിന് ടൈം സീരീസ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് കളക്റ്റഡ് അറ്റ് എ റെഗുലർ ഇൻ്റർവെൽസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ സ്ഥിരമായിട്ട് റെഗുലർ ഇൻ്റർവെല്ലിൽ, അതായത് ഒരു കോൺസിക്യൂട്ടീവ് ആയിട്ട് നമ്മളിങ്ങനെ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് നമ്മളെന്ന് പറയുന്നത് ടൈം സീരീസ് എന്ന് പറയുന്നത്. അതായത് എ ടൈം സീരീസ് ഈസ് എ സീക്വൻസ് ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ പോയിൻറ്റ്സ് ഇൻ സക്സസീവ് ഓർഡർ യൂഷ്വലി ഒക്കറിങ് ഇൻ യൂണിഫോം ഇൻ്റർവെൽസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് യൂണിഫോം ഇൻ്റർവെൽ. അപ്പോൾ ഇയർലി ഡാറ്റയാവാം, മന്ത്ലി ഡാറ്റയാവാം, അല്ലേ. അപ്പോൾ അത് ഒരു സീക്വൻസ്, ഒരു ഓർഡറിലായിരിക്കും. അതായത് ഇപ്പോൾ ആദ്യത്തേതെല്ലാം നമ്മൾ ഒരു ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്തു, പിന്നെ നമ്മൾ 6 months കൂടുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനെ പറ്റില്ല. അതായത് എല്ലാം കറക്റ്റായിട്ട് ഒരേ പീരീഡ് ഓഫ് ടൈമിൽ തന്നെയായിരിക്കണം. ദി യൂസേജ് ഓഫ് ടൈം സീരീസ് മോഡൽസ് ഈസ് ടു-ഫോൾഡ്. 2 രീതിയിലാണ്. ഒന്ന്, ഒബ്റ്റെയിൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ അണ്ടർലൈങ് ഫോഴ്സസ് ആൻഡ് സ്ട്രക്ചർ ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ദ ഒബ്സർവ്ഡ് ഡാറ്റ. നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഡാറ്റയുടെ ഫോഴ്സ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ അതിൻ്റെ പാത്ത് അത് എങ്ങനെയാണ് പോകുന്നത്, അതിൻ്റെ ട്രെൻഡ് എന്താണ് എന്നില്ല. അപ്പോൾ അതായത് ഈ മോഡൽ ഉപയോഗിച്ച് നമുക്ക് തന്നെ ഫിറ്റ് എ മോഡൽ ആൻഡ് പ്രൊസീഡ് ടു ഫോർകാസ്റ്റിംഗ്, മോണിറ്ററിങ് ഓർ ഈവൻ ഫീഡ്ബാക്ക് ആൻഡ് ഫീഡ് ഫോർവേഡ് കൺട്രോൾ. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഒരു സീക്വൻസ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ട്രെൻഡ് എന്താണ്, അല്ലേ, അത് ഏത് രീതിയിലാണ് അത് മൂവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ആ മൂവ് ചെയ്യുന്നത് മനസ്സിലാക്കി അതിൻ്റെ ബേസിൽ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലേ. നെക്സ്റ്റ് ഇനി എന്താ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉള്ളത്, അങ്ങനെ ആ ഡാറ്റ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി ടൈം സീരീസിൻ്റെ കോമ്പണൻസ് എന്ന് പറയുന്നത് സെക്കുലർ ട്രെൻഡ് അല്ലെങ്കിൽ ലോങ് ടേം മൂവ്മെൻറ്റ്സ് ആണ്. പിന്നെ സീസണൽ വേരിയേഷൻസ്, സൈക്ലിക്കൽ വേരിയേഷൻസ്, ഇറഗുലർ വേരിയേഷൻസ്. അത് ടൈം സീരീസിലെ ഒന്ന് സെക്കുലർ ട്രെൻഡാണ്, അതായത് ലോങ് ടേം മൂവ്മെൻറ്റ്സ്. മറ്റൊന്ന് സീസണൽ വേരിയേഷൻ, സൈക്ലിക്കൽ വേരിയേഷൻ, ഇറഗുലർ വേരിയേഷൻസ്. ഇനി ടൈം സീരീസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഒന്ന് മൂവിങ് ആവറേജും മറ്റൊന്ന് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സും ആണ്. മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൻ്റെ ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ആ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു അതേ ഇയറിൽ പോവാതെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്,
ഓൾഡസ്റ്റിന് നമ്മളിങ്ങനെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് പ്രസൻറ്റിലേക്ക് ഇങ്ങനെ പോരുക. അതായത് നമ്മളിപ്പോൾ മൂവിങ് ആവറേജ് 3 years 5 years അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 3 years ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ ഡാറ്റ പ്ലസ് സെക്കൻഡ് ഇയർ ഡാറ്റ പ്ലസ് തേർഡ് ഇയർ, എന്നിട്ട് അതിൻ്റെ ആവറേജ് കാണുക. പിന്നെ വരുന്നത് സെക്കൻഡ് ഇയർ പ്ലസ് തേർഡ് ഇയർ പ്ലസ് ഫോർത്ത് ഇയർ ഡിവൈഡഡ് ബൈ 3. പിന്നെ വരുന്നത് തേർഡ് ഇയർ പ്ലസ് ഫോർത്ത് ഇയർ പ്ലസ് ഫിഫ്ത്ത് ഇയർ ഡിവൈഡഡ് ബൈ 3. അങ്ങനെ ആദ്യത്തെ 3 വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡാറ്റ എടുത്തു, പിന്നെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒഴിവാക്കി, അങ്ങനെ റീസെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ വരും. എന്നിട്ട് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. അതാണ് മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ 5 years ആവും, 5 yearly ഡാറ്റ ആണെന്ന് പറയുമ്പോൾ 5 yearly മൂവിങ് ആവറേജ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 5 വർഷത്തത് ആഡ് ചെയ്യുക ഡിവൈഡ് ബൈ 5. പിന്നെ ഒന്നാമത്തത് ഒഴിവാക്കിയിട്ട് നെക്സ്റ്റ് 5 എണ്ണം എടുക്കുക, അതിനെ 5 കൊണ്ട് സം ചെയ്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ രണ്ടാമത്തെ കിട്ടി. ഇനി മൂന്നാമത്തത് എടുക്കുക, മൂന്നാമത്തത് മുതൽ അടുത്ത 5 എണ്ണം എടുക്കുക, എന്നിട്ട് സം ചെയ്തിട്ട് അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ പോവാം. എന്നിട്ട് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും, ആ ഒരു ട്രെൻഡ് കിട്ടും. ഇനി അടുത്ത് വരുന്നത് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ആണ്. ഇവിടെ ഇത് ഈ ടെക്നിക്ക് എന്ന് പറയുന്നതിനാണ് ടു ഡിറ്റർമൈൻ ദ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ഫോർ എ മോഡൽ. ഒരു മോഡലിൻ്റെ ബെസ്റ്റ് ഫിറ്റ്, ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ഇക്വേഷൻ, അത് y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി എക്സ് ആണ്. അപ്പോൾ y എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്, എയും ബിയും അൺനോൺ കോൺസ്റ്റൻസും ആണ്. അത് y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി എക്സ് എന്ന് പറയുന്നത് y എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇതിലെ എക്സ് എന്നുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ അല്ലേ. അവിടെ എയും ബിയും 2 കോൺസ്റ്റൻസും ഉണ്ട്. അപ്പോൾ ഈ എയും ബിയും എന്നുള്ള കോൺസ്റ്റൻസ്, അതായത് അൺനോൺ കോൺസ്റ്റൻസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 2 ഇക്വേഷൻ ഉപയോഗിക്കുന്നു. ഒന്ന് സിഗ്മ വൈ ഈസ് ഈക്വൽ ടു എൻ എ പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സും സിഗ്മ എക്സ് വൈ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. ഈ 2 ഇക്വേഷനും നോർമൽ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. ഈ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അങ്ങനെ ട്രെൻഡ് ഇക്വേഷൻ കിട്ടുകയും ചെയ്യും. ഇനി അടുത്ത എന്ന് പറയുന്നത് ഡോർബിഷ് ആൻഡ് ബൗളീസ് മെത്തേഡാണ്. ഇവിടെ ഡോർബിഷ് ആൻഡ് ബൗളീസ് മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിൾ അരിത്മെറ്റിക് മീൻ ഓഫ് ലാസ്റ്റ് പെയേഴ്സ് ആൻഡ് പാസ്റ്റീസ് ആണ്. അപ്പോൾ E01 ഈസ് ഈക്വൽ ടു L പ്ലസ് പി ബൈ 2. അതായത് ലാസ്റ്റ് പെയേഴ്സിൻ്റെ മെത്തേഡും, ലാസ്റ്റ് പെയേഴ്സ് എന്ന് പറയുന്നത് ബേസ് ഇയർ ക്വാണ്ടിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പാസ്റ്റീസ് എന്ന് പറയുന്നത് കറണ്ട് ഇയർ ക്വാണ്ടിറ്റി. ആ ബേസ് ഇയർ ക്വാണ്ടിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തതിൻ്റെ ഇക്വേഷൻ പ്ലസ് കറണ്ട് ഇയർ ക്വാണ്ടിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തതിന് ഡിവൈഡഡ് ബൈ 2. അതായത് അരിത്മെറ്റിക് മീൻ ഇത് 2 എണ്ണല്ലേ ഉള്ളൂ, എല്ലും ലാസ്റ്റ് പെയറും പാസ്റ്റീയും. ആ 2 എണ്ണം സം ചെയ്യുക, അതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. നെക്സ്റ്റ് മോഡ്യൂൾ, അതായത് തേർഡ് മോഡ്യൂൾ ഫണ്ടമെൻറ്റൽസ് ഓഫ് പ്രോബബിലിറ്റി നോക്കാം. അതായത് ഫണ്ടമെൻറ്റൽസ് ഓഫ് പ്രോബബിലിറ്റി ആദ്യം തന്നെ സെറ്റ് തിയറീൻ്റെ കൺസെപ്റ്റ്സ് നോക്കാം. അത് തന്നെ എ സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ്. സെറ്റ് തിയറിയൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും മുമ്പ്. അപ്പോൾ സെറ്റ് എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ്. അപ്പോൾ സെറ്റ് ഓഫ് എ ബി സി, അതായത് സെറ്റ് 1 2 3 അങ്ങനെ ഒരു വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ് ഉള്ളതായിരിക്കും ഒരു സെറ്റ്. എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് എ ഫൈനൈറ്റ് ഓർ ഫിക്സഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് കോൾഡ് എ ഫൈനൈറ്റ് സെറ്റ്. അപ്പോൾ അത് ഫിക്സഡ് നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിരുന്നു, ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം, അതൊരു ഫൈനൈറ്റ് സെറ്റാണ്. അതിപ്പോൾ എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് എൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് കോൾഡ് ഇൻഫിനിറ്റ് സെറ്റ്. അത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻഫിനിറ്റ് സെറ്റാണ്. നമ്പർ ഓഫ് സ്റ്റാർസ് ഇൻ ദ സ്കൈ, അതൊരു ഇൻഫിനിറ്റ് അല്ലേ. അത്തരത്തിലുള്ള സെറ്റാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, സെറ്റിന് നമ്മൾ 2 ബ്രേസ് ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് കാണിക്കുന്നത്. ഇഫ് എ ആൻഡ് ബി ആർ 2 sets, then union of sets A and B is the set of all elements which belongs to either A or B or both. അതായത് A യൂണിയൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂണിയൻ ഓഫ് സെറ്റ്സ് എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലെയും ബിയിലെയും എലമെൻറ്റ്സ് എല്ലാം
അതായത് all elements which belongs to either A or B or both. അത് A യൂണിയൻ B എന്ന് പറയുമ്പോൾ രണ്ടിലും ഉള്ള എലമെൻറ്റ്സ് എല്ലാം ചേർത്തതാണ്. അത് A യൂണിയൻ B എന്ന് കാണിക്കുന്നത് യു ആണ്, A യൂണിയൻ B. അതേപോലെ if A and B are two sets, then the intersection of sets A and B is the set of all elements which are common to both of them. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഏതാണോ അത് മാത്രമായിരിക്കും എ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് യു ആണ് കാണിക്കുന്നത്. അപ്പോൾ അതായത് ഒരു സെറ്റ് എ എന്ന് പറയുന്നത് 1 2 3, സെറ്റ് ബി എന്ന് പറയുന്നത് 3 4 5. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു 1 2 3 4 5, രണ്ട് സെറ്റും കൂടെ ചേർന്നത്, അതാണ് യൂണിയൻ. അതേസമയം ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത്, എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാണ് 3 അല്ലേ. അപ്പോൾ അവിടെ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ 3 ആയിരിക്കും. Two sets are said to be disjoint if they do not have any common element between them. രണ്ട് സെറ്റുകൾ ഡിസ്ജോയിൻ്റ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? അതിൽ രണ്ടിൽ കോമൺ ആയിട്ട് ഒരു എലമെൻറ്റും ഇല്ലയെന്ന്. അതായത് എ എന്ന് പറയുന്നത് സെറ്റ് 1 2 3, ബി എന്ന് പറയുന്നത് 4 5 6. അപ്പോൾ അവിടെ എന്താണ്? അത് ഡിസ്ജോയിൻ്റ് സെറ്റ്സ് ആണ്. അതായത് അവിടെ കോമൺ ആയിട്ട് ഒരെണ്ണവും ഇല്ല. ഇനി അടുത്തത് മീനിങ് ഓഫ് പ്രോബബിലിറ്റി. എന്താണ് പ്രോബബിലിറ്റി എന്ന് നോക്കാം. പ്രോബബിലിറ്റി ഈസ് എ നമ്പർ അസോസിയേറ്റഡ് വിത്ത് ദ ഒക്കറൻസ് ഓഫ് എൻ ഇവൻറ്റ് ഇൻ ദ അൺസർട്ടൻ കേസസ്. ഒരു അൺസർട്ടൻ കേസസിൽ നമ്മൾ അത് ഒക്കർ ചെയ്യാനുള്ള സാധ്യതയാണ് ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യാനുള്ള സാധ്യതയ്ക്കാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ തോൽക്കാനുള്ള സാധ്യത, അതാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. In statistics, probability is a numerical value that measures the uncertainty that a particular event will occur. Uncertainty that ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് ഒക്കർ ചെയ്യാനുള്ള സാധ്യത, അതാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് വരാനുള്ള സാധ്യത, ടെയിൽ വരാനുള്ള സാധ്യത, അതൊക്കെയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ആ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻസ് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഉണ്ട്, എംപെറിക്കൽ ഡെഫിനിഷൻ ഉണ്ട്, ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ, സബ്ജക്റ്റീവ് ഡെഫിനിഷൻ. ഇനി പ്രോബബിലിറ്റി റിലേറ്റ് ചെയ്ത കുറച്ച് ടേംസ് നമുക്ക് നോക്കാം. എക്സ്പെരിമെൻറ്റ്, ആദ്യത്തെ എക്സ്പെരിമെൻ്റ്. ആൻ എക്സ്പെരിമെൻറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് റിസൾട്ട്സ് ഇൻ വൺ ഓർ മെനി ഒബ്സർവേഷൻസ്. അതായത് നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുക, അതൊരു എക്സ്പെരിമെൻ്റ് ആണ് അല്ലേ. ഇനി an experiment is called random experiment if the exact outcome of the trials of the experiment is unpredictable. അതായത് ഒരു എക്സ്പെരിമെൻറ്റ് റാൻഡം എക്സ്പെരിമെൻ്റ് ആവുന്നത് അതിൻ്റെ ഔട്ട്കം എന്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, ആ കോയിൻ ടോസിങ് എന്ന് പറയുന്നത് റാൻഡം എക്സ്പെരിമെൻറ്റാണ്. കാരണം അതിൻ്റെ ഔട്ട്കം എന്ത് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഹെഡാണോ വരിക, ടെയിലാണോ വരിക എന്നുള്ളത്. അതായത് ഒരു എക്സ്പെരിമെൻറ്റ് റാൻഡം എക്സ്പെരിമെൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവളുടെ കണ്ടീഷൻസ് നോക്കുക. ഇറ്റ് മസ്റ്റ് ഹാവ് സെവറൽ പോസിബിൾ ഔട്ട്കംസ്, അതായത് ഒന്നിലധികം ഔട്ട്കംസ് ഉണ്ടാവാം. ഇറ്റ് മസ്റ്റ് ബി റിപ്പീറ്റബിൾ അണ്ടർ യൂണിഫോം കണ്ടീഷൻസ്. അതായത് ഈ ഒരു കേസ് നമുക്ക് ഇപ്പോൾ കോയിൻ ടോസ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പറ്റും, ഒരേപോലെയുള്ള ഒരു സെയിം കണ്ടീഷനിൽ. ദ ഔട്ട്കം മസ്റ്റ് ബി അൺപ്രഡിക്റ്റബിൾ, ഇതിൻ്റെ ഔട്ട്കം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ 3 കേസസ് ഉള്ള സമയത്ത് മാത്രമേ നമ്മളൊരു എക്സ്പെരിമെൻറ്റിനെ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുള്ളൂ. The set of all possible outcomes of a given experiment is called sample space. അതായത് ഒരു എക്സ്പെരിമെൻറ്റ് റാൻഡം എക്സ്പെരിമെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതിൽ കിട്ടാവുന്ന എല്ലാ ഔട്ട്കംസിനെയും കൂടെ ചേർത്ത് നമ്മൾ സാമ്പിൾ സ്പേസ് എന്നാണ് പറയാം. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്താൽ കിട്ടുന്ന സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹെഡും ടെയിലും അല്ലേ, എച്ചും ടിയുമാണ് അതിൻ്റെ സാമ്പിൾ സ്പേസ്. ഒരു ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 2 3 4 5 6. ഇനി ഔട്ട്കംസ് ഓഫ് എൻ എക്സ്പെരിമെൻറ്റ് ആർ കോൾഡ് ഇവൻറ്റ്. അതായത് എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കംസിനെ നമ്മൾ എന്ത് പറയുന്നു? ഇവൻറ്റ് എന്ന് പറയുന്നു. ഇനി ഒരു ഇവൻറ്റ്, സിമ്പിൾ ഇവൻറ്റ്, ഈച്ച് ഓഫ് ദ ഫൈനൽ ഔട്ട്കംസ് ഫോർ എൻ എക്സ്പെരിമെൻറ്റ്. ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഫൈനൽ ഔട്ട്കംസിനെ നമ്മൾ എന്ത് പറയുന്നു? സിമ്പിൾ ഇവൻറ്റ് എന്ന് പറയുന്നു. ഇനി ഇവൻറ്റ്സ്, ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്ന് പറയുന്നത്
നോ റീസൺ ടു എക്സ്പെക്റ്റ് വൺ റേദർ ദ അതർ അല്ലേ. അതായത് നോ റീസൺ ടു എക്സ്പെക്റ്റ് വൺ റേദർ ദ അതർ. അതായത് ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡും വരാം ടെയിലും വരാം. പിന്നെ എക്സോസ്റ്റീവ് കേസസ്, ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഇൻ ട്രയൽ. അതായത് ഒരു ട്രയലിൽ നമുക്ക് വരാവുന്ന എല്ലാ പോസിബിൾ ഔട്ട്കംസിനെയും കയറ്റി നമുക്ക് എക്സോസ്റ്റീവ് കേസസ് എന്ന് പറയും. ഇവിടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ഇവൻറ്റ്സ് ദാറ്റ് കനോട്ട് ഒക്കർ ടുഗദർ, ഒന്നിച്ച് ഒക്കർ ചെയ്യാത്ത ഇവൻറ്റ്സ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഹെഡ് വന്നു കഴിഞ്ഞാൽ ടെയിൽ വരില്ല, ടെയിൽ വന്നു കഴിഞ്ഞാൽ ഹെഡ് വരില്ല അല്ലേ. അപ്പോൾ അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആണ്. ഒരു ഇവൻറ്റ് വരുമ്പോൾ മറ്റൊന്ന് വരില്ല. The two events are said to be independent if the probability of the occurrence of one event will not affect the occurrence of non-occurrence of the second event. അതായത് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ് എന്ന് പറയുന്നത്, രണ്ട് ഇവൻറ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എണ്ണം ഒക്കർ ചെയ്യുന്നത് മറ്റേത് ഒക്കർ ചെയ്യാനും ചെയ്യാതിരിക്കാൻ അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയും. അതായത് നമ്മളൊരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുമ്പം അതിൽ നമ്മൾ ഒരു ഇവൻറ്റ് നടന്നു, ഒരു ഇവൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മറ്റതിനെ അടുത്ത രണ്ടാമതൊരു ഇവൻറ്റ് നമ്മൾ നടത്തുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യുന്നില്ല, അത് ബാധിക്കുന്നില്ല. അതിനാണ് നമ്മൾ സെറ്റ് ഇൻഡിപെൻഡൻറ്റ്. അതേസമയം ഡിപ്പെൻഡൻറ്റ്, ഒരു ഇവൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മറ്റ് ഉള്ള രണ്ടാമത്തെ ഇവൻറ്റിനെ എന്ത് ചെയ്യുന്നു, അത് ബാധിക്കും. ഇപ്പോൾ നമ്മൾ 5 ബോളുള്ള ഒരു ബാസ്ക്കറ്റിൽ നിന്ന് ഒരു ബോൾ എടുക്കുകയാണ്. ആ ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 5 ബ്ലാക്ക് ബോൾസ് ആണെന്ന് വെക്കാം. ഇപ്പോൾ ഈ 5 ബ്ലാക്ക് ബോൾസിൽ നിന്ന് നമ്മൾ ഒരു ബോൾ എടുത്തു. ആ ഒരു ബോൾ എടുക്കുന്നതാണ് ആദ്യത്തെ ഇവൻറ്റ്. ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ ടേക്കിംഗ് 1 ബോൾ ഫ്രം ഔട്ട് ഓഫ് 5 നമ്മൾ ഒരെണ്ണം എടുത്തു. ആ ഒരെണ്ണം എടുത്തു കഴിഞ്ഞ് ആ ഒരെണ്ണം എടുത്തുന്ന ഒരു ഇവൻറ്റ്. ഇനി രണ്ടാമത്തെ ഇവൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരെണ്ണം അത് റീപ്ലേസ് ചെയ്യാതെ നമ്മൾ അതൊന്ന് എടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തതിൻ്റെ പ്രോബബിലിറ്റി, ആദ്യത്തത് ആ ബ്ലാക്കിൽ നിന്ന് ഒരെണ്ണം എടുക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/5 അല്ലേ. അതിൻ്റെ പ്രോബബിലിറ്റി 1/5 ആണ്. അപ്പോൾ രണ്ടാമത് കേസ് എന്താണ്, നമ്മൾ അതിൽ നിന്ന് ഇത് റീപ്ലേസ് ചെയ്യാതെ രണ്ടാമതൊരു ബോൾ എടുക്കുകയാണ്. രണ്ടാമതൊരു ബോൾ എടുക്കാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ അവിടെ 1/4 ആയല്ലോ അല്ലേ. അതായത് ഒരെണ്ണം അവിടെ നിന്ന് കുറഞ്ഞു. അപ്പോൾ എന്താണ്, അത് ഒന്നാമത്തെ ഇവൻ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇവൻറ്റിനെ ബാധിച്ചു. അപ്പോൾ അവിടെ എന്താണ്, അത് ഡിപ്പെൻഡൻ്റ് ആണ്. അതേസമയം ആദ്യത്തെ ഇവൻറ്റ് ഞാൻ ഒരെണ്ണം എടുത്ത് മാറ്റി വെച്ചു, പിന്നെ അത് റീപ്ലേസ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ചെയ്യുകയാണെങ്കിലോ ആദ്യത്തേത് രണ്ടാമത്തതിനെ ബാധിച്ചിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ അതെന്താണ്, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. ഇനി കോംപ്ലിമെൻറ്റ്സ് ഓഫ് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവൻറ്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ ഔട്ട്കംസ് ഓഫ് എൻ എക്സ്പെരിമെൻറ്റ് ദാറ്റ് ആർ നോട്ട് ഇൻ എ. എന്നുള്ളൊരു ഇവൻറ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ആ എയിലില്ലാത്ത എല്ലാം കൂടെ ചേർന്നതാണ് കോംപ്ലിമെൻറ്റ്. അതായത് എയും എ കോംപ്ലിമെൻറ്റും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസ് ആയി. നമുക്കൊരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാലുള്ള സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എച്ചും ടി ആണ്. അപ്പോൾ ഇനി ഇവിടുത്തെ ഇവൻ്റ് എന്ന് പറയുന്നത് ഒക്കറിങ് ഓഫ് എച്ച് ആണ്. എച്ച് ഒക്കർ ചെയ്യുക എന്ന് പറയുന്നത് ഇവൻറ്റ് എ ആണെങ്കിൽ എന്താണ്, എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നതാണ് ടെയിൽ ഒക്കർ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് എച്ച് ഒക്കർ ചെയ്തത്, അതായത് ഹെഡ് വീഴുക എന്ന് പറയുന്നതാണ് ഇവൻ്റ് എങ്കിൽ, ഇവൻറ്റ് എ എങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ടെയിൽ വീഴുക എന്ന്. ഇവിടെ 2 ഔട്ട്കം ആണുള്ളത് അല്ലേ. അപ്പോൾ ടെയിൽ വീഴുക എന്നുള്ളതാണ് അതിൻ്റെ എ കോംപ്ലിമെൻറ്റ്. എയും എ കോംപ്ലിമെൻറ്റും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തായി, സാമ്പിൾ സ്പേസ് ആയി അല്ലേ. ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്, എച്ചും ടിയും ആണ്. എ എന്ന് പറയുന്നത് എച്ച് ആണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നതാണ് ടി ആണ്. ഇനി നമുക്ക് ഡെഫിനിഷൻസ്, അതായത് പ്രോബബിലിറ്റി ഡെഫിനിഷൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഡെഫിനിഷനാണ്. അതായത് ക്ലാസിക്കൽ ഡെഫിനിഷൻസിൽ പറയുന്നത് ഇവിടെയുള്ള എക്സ്പെരിമെൻ്റ് എല്ലാം എന്താണ്, റാൻഡം എക്സ്പെരിമെൻറ്റ്സ് എല്ലാം ഈക്വലി ലൈക്ക്ലി ആണ്. ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് പ്രോബബിലിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലി ലൈക്ക്ലി ഇവൻറ്റ്സ്. അതായത് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലി ലൈക്ക്ലി കേസസ്. അതായത് ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോയിൻ ടോസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവാവുന്ന ടോട്ടൽ ഈക്വലി ലൈക്ക്ലി കേസസ് എന്നാണ് എച്ചും ടിയും 2. നമുക്ക് ഹെഡ് വീഴാനുള്ള സാധ്യതയാണ് നമ്മളിവിടെ നോക്കുന്നതെങ്കിൽ ഹെഡ് വീഴാനുള്ള സാധ്യത എന്താണ്, നമ്പർ ഓഫ് ഫേവറബിൾ കേസ് ഏതാണ്, 1 ആണ്.
അപ്പോൾ ഇവിടുത്തെ പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും 1/2 ആണ്. ഇവിടെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് റേഞ്ചസ് ഫ്രം 1 to 0. പ്രോബിലിറ്റിയുടെ വാല്യൂ എല്ലായ്പ്പോഴും 0ക്കും 1നും ഇടയിലായിരിക്കും. ഇനി രണ്ടാമത്തത് റിലേറ്റീവ് ഫ്രീക്വൻസി തിയറി ഓഫ് പ്രോബിലിറ്റിയാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ലിമിറ്റിംഗ് വാല്യൂ വെച്ചിട്ടാണ്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റിലേറ്റീവ് ഫ്രീക്വൻസി വിത്ത് വിച്ച് ആൻ ഇവൻറ്റ് ഒക്കേഴ്സ് ഇൻ ആൻ ഇൻഡെഫിനിറ്റ്ലി ലാർജ് നമ്പർ ഓഫ് ട്രയൽസ്. ലാർജ് നമ്പർ ഓഫ് ട്രയൽസിൽ ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യാനുള്ള റിലേറ്റീവ് ഫ്രീക്വൻസിയാണ് ഇവിടെ നോക്കുന്നത്. ആൻ ഇവൻറ്റ് ഒക്കേഴ്സ് m ടൈംസ് ഔട്ട് ഓഫ് n ട്രയൽസ്. n ടൈംസ് നമ്മളത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ m ടൈംസ് ഒക്കർ ചെയ്യുകയാണെങ്കിൽ ഫ്രീക്വൻസി ഈസ് m/n. അവിടെ സിംബോളിക്കലി നമ്മൾ പ്രോബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ. n എന്ന് പറയുന്നത് എന്താണ്? ട്രയൽസ്. അത് ഇൻഫിനിറ്റി ഒരുപാട് പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് m/n. മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് കേസസിൽ ഫേവറബിൾ കേസസും. ഇനി മൂന്നാമത്തത് ആക്സിയോമാറ്റിക് അപ്രോച്ചാണ്. ഈ ആക്സിയോമാറ്റിക് അപ്രോച്ചിൽ ഇവിടെ ഒരു പ്രിസൈസ് ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇവിടെ സെർട്ടൻ ആക്സിയംസ് ആണ്. അതായത് പ്രോബിലിറ്റി കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് സെർട്ടൻ ആക്സിയംസിൻ്റെ ബേസിലാണ്. ഒന്നാമത്തെന്ന് പറയുന്നത് ദ പ്രോബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് റേഞ്ചസ് ഫ്രം 0 to 1. അതായത് പ്രോബിലിറ്റി, ഒരു ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0 to 1 അത് പ്രോബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ 0യും അത് മുഴുവനായിട്ട് ഒക്കർ ചെയ്യുകയാണെങ്കിൽ 1ഉം. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുക എന്നുള്ള എക്സ്പെരിമെൻറ്റ്. കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇവൻ്റാണ്. ആ 2 ഇവൻറ്റും വരാനുള്ള ടോട്ടൽ സാധ്യത എന്ന് പറയുന്നത് 1 ആണ്. അതിൽ നോക്കുക, 2 ഇവൻറ്റ്, ആ 2 ഇവൻറ്റിൽ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ 1/2 അല്ലേ. ആ 0.5, ആ 0.5ഉം 0.5 രണ്ടും h വരാനും t വരാനും 0.5 ആ 0.5ഉം കൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്താണ്? 1 ആണ് അല്ലേ. ദ പ്രോബബിലിറ്റി ഓഫ് ദി എൻ്റെ, അതുകൊണ്ട് തന്നെ സാമ്പിൾ സ്പേസിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ. അതായത് ഒരു ഡൈ ഡ്രോ ചെയ്യുകയാണെങ്കിൽ അവിടെ 1 വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/6 ആണ്. 6 വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താണ്? 1/6 ആണ് അല്ലേ. ആകെ 6 പോസിബിൾ ഔട്ട്കംസ് ആണുള്ളത്. അതിൽ ഒരെണ്ണം ഒരു പ്രാവശ്യം 1 എന്ന് പറയുന്നത് 1 ഉള്ളൂ അല്ലേ, 1/6. 2 എന്ന് പറയുന്നത് ഒരെണ്ണേ ഉള്ളൂ, അപ്പോൾ 1/6. അപ്പോൾ 1/6 + 1/6 പ്ലസ് അങ്ങനെ എന്ത് വരുന്നു അല്ലേ, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6/6. 6/6 = 1 വരും. ഇനി അടുത്ത്, ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ദെൻ ദ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് എയ്തർ എ ഓർ ബി ഡിനോട്ടഡ് ബൈ. അതായത് എയും ബിയും, എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താണ്? എ ഇൻ്റർസെക്ഷൻ ഗിവൺ ബൈ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആയിരിക്കും. അതായത് എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണെങ്കിൽ അതെന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എയും പ്രോബിലിറ്റി ഓഫ് ബിയും കൂടെ ചേർന്നതാണ്. ഇനി വരുന്നത് കണ്ടീഷണൽ പ്രോബിലിറ്റിയാണ്. അതായത് ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യുമ്പോൾ എന്താണ്? മറ്റൊരു ഇവൻറ്റും കൂടെ ഒക്കർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രോബിലിറ്റി ഓഫ് എ ബാർ ഇട്ട് കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി, അതായത് ബി ഒക്കർ ചെയ്തു എന്ന് പറയണം. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു ബാസ്ക്കറ്റിൽ 10 ബോൾസ് ഉണ്ടെന്നിരിക്കാം. ആ 10 ബോൾസിൽ നമുക്ക് എന്തുണ്ട്? 5 ബ്ലാക്കും 5 റെഡും ആണ്. ആ 5 ബ്ലാക്കും 5 റെഡും ആണെങ്കിൽ നമ്മളതൊന്ന് ഒരു ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത അല്ലേ. അപ്പോൾ അത് 5ൽ 1 ആവാനുള്ള സാധ്യതയും പിന്നെ എന്ത് വരുന്നുണ്ട്? ഈ 10ൽ 1 ആവാനുള്ള അല്ലേ, 10ൽ 5 ആവാനുള്ളൊരു സാധ്യതയും. അതോടൊപ്പം തന്നെ എന്ത് വന്നു? നമ്മൾ ആ ബോൾ അവിടെ റീപ്ലേസ് ചെയ്യാതെയാണ് അടുത്തൊരെണ്ണം ഇനി റെഡ് എടുക്കാനുള്ള സാധ്യത എന്ന് വരികയാണെങ്കിൽ അവിടെ ഗിവൺ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി അല്ലേ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി. ഇവിടെ എയും ബിയും ഡിപ്പെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വരുന്നു? പ്രോബിലിറ്റി ഓഫ് എ ഈസ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അത് ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി പ്രോബിലിറ്റിയുടെ അഡീഷൻ തിയറി, അതായത് 2 പ്രോബിലിറ്റി നമ്മൾ സം ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന്. ആ പ്രോബിലിറ്റി ഓഫ് യൂണിയൻ ഓഫ് ഇവൻറ്റ്സ് ആണ്. ദ യൂണിയൻ ഓഫ് ഇവൻറ്റ്സ് എ ആൻഡ് ബി ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ ഔട്ട്കംസ് ദാറ്റ് ബിലോങ്സ് എയ്തർ ഇവൻറ്റ് എ ഓർ ബി ഓർ ബോത്ത് എ ആൻഡ് ബി അല്ലേ. If 2 events A and B are mutually exclusive, the probability of occurrence of A or
ബി ഈസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി. അതായത് എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള രണ്ട് ഇവൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഒക്കറൻസ് ഓഫ് എ ഒക്കർ ചെയ്യാനോ അല്ലെങ്കിൽ ബി ഒക്കർ ചെയ്യാനോ ഉള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് എ ഒക്കർ ചെയ്യാനുള്ള സാധ്യതയും ബി ഒക്കർ ചെയ്യാനുള്ള സാധ്യതയും. അതായത് ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് വരാനുള്ള സാധ്യതയും ടെയില് വരാനുള്ള സാധ്യതയും എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡ് വരാനുള്ള സാധ്യത പ്ലസ് ടെയില് വരാനുള്ള സാധ്യത അല്ലേ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ആണ്. ഇവിടെ എയ്തർ എ ഓർ ബി, അതായത് എയ്തർ ആണ്. ഇവിടെ നമ്മൾ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇവൻറ്റ്സ്. Similarly, if A and B are any two events, the probability for the occurrence of either or B is given by എന്താണ്? Probability of A union B is equal to probability of A plus probability of B minus probability of A intersection B അല്ലേ. അതിൽ എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് ഒഴിവാക്കും. ഇനി മൾട്ടിപ്ലിക്കേഷൻ തിയറം. മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ റൂൾ ടു ഫൈൻഡ് ജോയിൻറ്റ് പ്രോബിലിറ്റി ഉണ്ട് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റിൻ്റെ കേസിലും. രണ്ട് കേസുകളാണ്. ഒന്ന് ജോയിൻറ്റ് പ്രോബിലിറ്റിയാണ്, മറ്റൊന്ന് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആകുമ്പോഴും. ഈ ജോയിൻറ്റ് പ്രോബിലിറ്റി നോക്കാം. ദ പ്രോബിലിറ്റി ഓഫ് ദി ഇൻ്റർസെക്ഷൻ ഓഫ് ടു ഇവൻറ്റ്സ് ഈസ് കോൾഡ് ജോയിൻറ്റ് പ്രോബിലിറ്റി. അതായത് പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബിയുടെ ഇൻ്റർസെക്ഷൻ, അത് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അതിന് എ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ളത് എ ബി എന്ന് പറയാം. ദ പ്രോബിലിറ്റി ഓഫ് ദി ഇൻ്റർസെക്ഷൻ ഓഫ് two independent events A and B is probability of A into probability of B given A. അത് ഇൻ്റർസെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് രണ്ട് ജോയിൻറ്റ് പ്രോബബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. ഇനി പ്രോബബിലിറ്റി ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. അതായത് രണ്ട് ഒക്കറൻസ് ആണ്. അതിൽ രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തതിൻ്റെയും രണ്ടാമത്തതിൻ്റെയും പ്രോബിലിറ്റി കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേസമയം രണ്ടും ഡിപ്പെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ആദ്യത്തത് പ്രോബിലിറ്റി കാണുക, പിന്നെ രണ്ടാമത്തത് ആദ്യത്തെ കേസ് സംഭവിച്ചതിന് ശേഷം രണ്ടാമത്തെ എന്തെന്നുള്ളതും പറയാം. ഇനി വരുന്നത് പ്രോബിലിറ്റി ബേസ് തിയറാണ്. അത് ഈ കണ്ടീഷണൽ പ്രോബിലിറ്റി. ഇപ്പം നമ്മൾ എ ഗിവൺ ബി എന്ന് പറയില്ലേ, കണ്ടീഷണൽ പ്രോബിലിറ്റി. ഈ കണ്ടീഷണൽ പ്രോബിലിറ്റിയുടെ ഒരു എക്സ്റ്റൻഷനാണ് ബേസ് തിയറം എന്ന് പറയുന്നത്. ഇവിടെ ബേസ് തിയറം ഗീവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ. ഇവിടെ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ദാറ്റ് ഇവൻറ്റ് ബി ഹാസ് സബ്സിക്വൻ്റ്ലി ഒക്കേർഡ് എന്നാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A into probability of B given A. നോക്കാം. ഡെഫിനിഷൻ ഓഫ് വൈറ്റർ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ആർതർ ന്യൂസ്ലോമിൻ്റെ അഭിപ്രായത്തിൽ വൈറ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് അദ്ദേഹം രണ്ട് രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തിരുന്നു. ഒന്ന് ബ്രോഡർ സെൻസിലും ഒന്ന് നാരോ സെൻസിലും. ബ്രോഡർ സെൻസിൽ ഇറ്റ് റെഫേഴ്സ് ടു ഓൾ ടൈപ്സ് ഓഫ് പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ബട്ട് വാട്ട് എവർ മോഡ് കളക്റ്റഡ്. ഏത് രീതിയിലായാലും വേണ്ടിയില്ല, നമ്മൾ പോപ്പുലേഷനെ കുറിച്ച് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം എന്താണ്? വൈറ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണെന്ന് ബ്രോഡർ സെൻസിൽ പറയുന്നു. അതേസമയം നാരോ സെൻസിലാണെങ്കിൽ ബർത്ത്, ഡെത്ത്, മാരേജ് ഇവ രജിസ്റ്റർ ചെയ്യുന്നത് വഴി കിട്ടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നാരോ സെൻസിൽ വൈറ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ബെഞ്ചമിൻ്റെ അഭിപ്രായത്തിൽ വൈറ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ കൺവെൻഷനലി ന്യൂമറിക്കൽ റെക്കോർഡ്സ് ഓഫ് മാരേജ്, ബേർത്ത്, സിക്നെസ് ആൻഡ് ഡെത്ത്സ് ബൈ വിച്ച് ദ ഹെൽത്ത് ആൻഡ് ഗ്രോത്ത് ഓഫ് എ കമ്മ്യൂണിറ്റി മേ ബി സ്റ്റഡീഡ്. ഒരു കമ്മ്യൂണിറ്റിയുടെ ഹെൽത്തും ഗ്രോത്തും സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ന്യൂമറിക്കൽ റെക്കോർഡ്സ് എന്തിനെക്കുറിച്ചുള്ള? മാരേജ്, ബർത്ത്, സിക്നെസ്, ഡെത്ത് ഇതിനെയൊക്കെ കുറിച്ചുള്ള ന്യൂമറിക്കൽ റെക്കോർഡ്സിനെയാണ് വൈറ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആർതർ തന്നെ വീണ്ടും സ്റ്റാറ്റിസ്റ്റിക്സിന് ഒരു പുതിയ, അതായത് അവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെ ഒന്നൊരു ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ച് വീണ്ടും ഡിഫൈൻ ചെയ്തതാണ്. ദാറ്റ് ബ്രാഞ്ച് ഓഫ് ബയോമെട്രി വിച്ച് ഡീൽസ് വിത്ത് ഡാറ്റ ആൻഡ് ദ ലോസ് ഓഫ് ഹ്യൂമൻ മോർട്ടാലിറ്റി, മോർബിഡിറ്റി ആൻഡ് ഡെമോഗ്രഫി. ഇനി
വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സോഴ്സസ് 3 രീതിയിലാണ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് അവൈലബിൾ ആവുന്നത്. ഒന്ന് രജിസ്ട്രേഷൻ മെത്തേഡ്, മറ്റൊന്ന് സെൻസസ് എന്യൂമറേഷൻ മെത്തേഡ്, മൂന്നാമത്തത് അനലിറ്റിക്കൽ മെത്തേഡ്. രജിസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. നമ്മൾ ജനനം, മരണം, വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രജിസ്റ്റർ ചെയ്യുന്നുണ്ടല്ലേ. അങ്ങനെയുള്ള റെക്കോർഡിങ്സിൽ കൂടെ കിട്ടുന്ന ഇൻഫോർമേഷനാണ് രജിസ്ട്രേഷൻ മെത്തേഡിൽ വരുന്നത്. പിന്നെ രണ്ടാമത്തത് സെൻസസ് എന്യൂമറേഷൻ, അതായത് നമ്മുടെ ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്ന സെൻസസ് കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ് ഉണ്ടല്ലോ, സെൻസസ് മെത്തേഡ്, അത് 10 ഇയേഴ്സിലൊരിക്കൽ നമ്മൾ നടത്തുന്ന ആ സെൻസസിൽ കിട്ടുന്ന ഇൻഫോർമേഷനാണ്, അത് വരുന്നതാണ് സെൻസസ് എന്യൂമറേഷൻ. മൂന്നാമത്തത് 2 കോൺസിക്യൂട്ടീവ് സെൻസസ് ഓഫ് പോപ്പുലേഷൻ്റെ ബേസ് ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്ത് കിട്ടുന്നതാണ്, മാത്തമാറ്റിക്കൽ അനാലിസിസ് നടത്തുന്നതാണ് അനലിറ്റിക്കൽ മെത്തേഡ്. അപ്പോൾ 3 രീതിയിൽ നമുക്കുണ്ട്: രജിസ്ട്രേഷൻ മെത്തേഡ്, സെൻസസ് മെത്തേഡ്, അല്ല അനലിറ്റിക്കൽ മെത്തേഡ്. അതിൽ തന്നെ ഓരോ ടേംസ് എന്താണ് നമ്മൾ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഒന്നാമത് വരുന്നത് ഫെർട്ടിലിറ്റിയാണ്. ഫെർട്ടിലിറ്റി റെഫേഴ്സ് ടു ദ ആക്ച്വൽ പ്രൊഡക്ഷൻ ഓഫ് ചിൽഡ്രൻ, അതായത് എത്ര കുട്ടികൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് എന്ത് വരുന്നത്, ഫെർട്ടിലിറ്റി വരുന്നത്. ദ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഇൻ എ കൺട്രി ഈസ് ദ നെറ്റ് റിസൾട്ട് ഓഫ് ഒബ്റ്റെയിൻഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ബേർത്ത് ആൻഡ് ടോട്ടൽ ഡെത്ത്. അതായത് ഒരു കൺട്രിയിലെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ബേർത്ത് ആൻഡ് ടോട്ടൽ ഡെത്ത്സ് ആണ്. ഫെർട്ടിലിറ്റി റേറ്റ്സ് വാരി അക്കോർഡിംഗ് ടു ദ ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ് അച്ചീവ്ഡ് ബൈ എ കൺട്രി ഓർ എ റീജിയൻ. ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു റീജിയൻ അച്ചീവ് ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് അനുസരിച്ചിട്ട് ഫെർട്ടിലിറ്റി റേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇൻ ഓർഡർ ടു സ്റ്റഡി ദ സ്പീഡ് അറ്റ് വിച്ച് ദ പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിങ്, ഫെർട്ടിലിറ്റി റേറ്റ്സ് ആർ യൂസ്ഡ് വിച്ച് ആർ ഓഫ് വേരിയസ് ടൈപ്സ്. അതായത് ഒരു കൺട്രിയുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫെർട്ടിലിറ്റി റിലേറ്റ് ചെയ്തത് വേരിയസ് ടൈപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാമത്തത് ക്രൂഡ് ബർത്ത് റേറ്റ് ആണ്. ക്രൂഡ് ബർത്ത് റേറ്റ് അല്ലെങ്കിൽ ബർത്ത് റേറ്റ് എന്ന് പറയുന്നതാണ് ആനുവൽ ബർത്ത് റേറ്റ്സ് ഡിവൈഡഡ് ബൈ ആനുവൽ മീൻ പോപ്പുലേഷൻ ഇൻറ്റു 1000. ആനുവൽ ബർത്ത് ഡിവൈഡഡ് ബൈ ആനുവൽ മീൻ പോപ്പുലേഷൻ ഇൻറ്റു 1000 ആണ് ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഈ ക്രൂഡ് ബർത്ത് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് സെക്സ് ആൻഡ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ പോപ്പുലേഷൻ, അതായത് ആ കൺട്രിയിലുള്ള ആളുകളുടെ ഏജിനെയും സെക്സിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ദ ഫെർട്ടിലിറ്റി ഓഫ് പോപ്പുലേഷൻ, ദാറ്റ് ഇസ് ദ ആവറേജ് റേറ്റ് ഓഫ് ചൈൽഡ് ബിയറിംഗ് ഓഫ് ഫീമെയിൽസ്, അതായത് ആവറേജ് ബിയറിംഗ്, അതായത് ശരാശരി എത്ര കുട്ടികൾ ഒരാൾക്ക് ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്നു എന്നതും ക്രൂഡ് ബർത്ത് റേറ്റിനെ ബാധിക്കും. പിന്നെ ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ബർത്ത് റേറ്റ് ഓഫ് വുമൺ ഓഫ് ചൈൽഡ് ബിയറിംഗ് ഏജ് 15 to 44. 15 to 44 ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്കുള്ള കുട്ടികളുടെ ബർത്ത് റേറ്റിനെയാണ് നമ്മൾ ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് ബർത്ത് വിച്ച് ഒക്കേർഡ് എമംഗ് ദ പോപ്പുലേഷൻ ഓഫ് എ ഗിവൺ ജിയോഗ്രഫിക് ഏരിയ ഡ്യൂറിങ് എ ഗിവൺ ഇയർ ഡിവൈഡഡ് ബൈ മിഡ്-ഇയർ ഫീമെയിൽ പോപ്പുലേഷൻ ഓഫ് ഏജസ് 15 to 49 in the given geographic area during the same year into 1000 ആണ്. ഇപ്പോൾ 15 to 44 എന്ന് പറയാനുള്ള കാരണം ആ 15 to 44 ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്ന ആ ഒരു ഏജ്. ഈ സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് അത് ഏജ് സ്പെസിഫിക് ആണ്. ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് റെഫേഴ്സ് ടു നമ്പർ ഓഫ് ബേർത്ത് ടു ഫീമെയിൽസ് ഇൻ എ പെർട്ടിക്കുലർ ഏജ് കാറ്റഗറി. ഒരു പെർട്ടിക്കുലർ ഇയറിൽ നമ്പർ ഓഫ് ഫീമെയിൽസ് ആ ഒരു പെർട്ടിക്കുലർ ഏജിലുള്ള സ്ത്രീകൾക്ക് എത്ര കുട്ടികളുണ്ട് കമ്പയർ ടു ഫീമെയിൽ ആ ഒരു ഏജിലുള്ള മൊത്തം സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ അതിൽ എത്ര സ്ത്രീകൾക്ക് കുട്ടികളുണ്ടെന്ന്, അതാണ് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്. ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് റെഫേഴ്സ് ടു നമ്പർ ഓഫ് ബേർത്ത് ടു എ ഫീമെയിൽസ് ഇൻ എ പെർട്ടിക്കുലർ ഏജ് കാറ്റഗറി ഇൻ എ പെർട്ടിക്കുലർ ഇയർ കമ്പയർഡ് ടു ദ നമ്പർ ഓഫ് ഫീമെയിൽസ് ഇൻ ദാറ്റ് ഏജ് കാറ്റഗറി. അതായത് ഒരു പെർട്ടിക്കുലർ ഏജ് കാറ്റഗറിയിലുള്ള ആ ഫീമെയിൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ എത്ര സ്ത്രീകൾക്ക് കുട്ടികളുണ്ട് എന്ന് നോക്കുന്നതാണ് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലൈവ് ബേർത്ത് വിച്ച് occurred to female of a specified age group of the population of a given geographic area during a given year divided by mid-year female population of the specified age group in the given geographic area during the same year into 1000.
നെക്സ്റ്റ് വരുന്നത് ഗ്രോസ് റിപ്രൊഡക്ഷൻ റേറ്റ്. ഗ്രോസ് റിപ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫീമെയിൽ ബേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബേഴ്സ് ഇൻറ്റു ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. ഗ്രോസ് റിപ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫീമെയിൽ ബേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബേഴ്സ് ഇൻറ്റു ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫീമെയിൽ ചിൽഡ്രൻ ബോൺ ടു 1000 വുമൺ. 1000 വുമണിൽ എത്ര ഫീമെയിൽ ചിൽഡ്രൻ ഉണ്ടാകുന്നു എന്നുള്ളത്. നെക്സ്റ്റ് വരുന്നത് മോർട്ടാലിറ്റി റേറ്റ്. മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡെത്ത് ആണ്. ഡെത്ത്സ് ഇൻ ദ പോപ്പുലേഷൻ സ്കെയിൽ ടു സൈസ് ഓഫ് ദാറ്റ് പോപ്പുലേഷൻ പെർ യൂണിറ്റ് ഓഫ് ടൈം. അതായത് ഡെത്ത്സ് പെർ 1000 ഇൻഡിവിജ്വൽസ് പെർ ഇയറിലാണ് നമ്മൾ മോർട്ടാലിറ്റി റേറ്റ് പറയുന്നത്. ഇത് മോർബിഡിറ്റി റേറ്റ് എന്നും വ്യത്യസ്തമാണ്. മോർബിഡിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഒരു ടൈം പീരീഡിൽ അസുഖങ്ങൾ വന്ന് മരിക്കുന്ന മോർബിഡിറ്റി റേറ്റ് വിച്ച് റെഫേഴ്സ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ പുവർ ഹെൽത്ത് ഡ്യൂറിങ് എ ഗിവൺ ടൈം പീരിയഡ് ഓർ നമ്പർ ഓഫ് ന്യൂലി അപ്പിയറിംഗ് കേസസ് ഓഫ് എ ഡിസീസ് പെർ യൂണിറ്റ് ഓഫ് ടൈമാണ് മോർബിഡിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ മോർട്ടാലിറ്റി കണ്ടീഷൻസ് ഓഫ് പോപ്പുലേഷൻ, അവിടുത്തെ ക്രൂഡ് ഡെത്ത് റേറ്റും സ്പെസിഫിക് ഡെത്ത് റേറ്റും സ്റ്റാൻഡേർഡൈസ്ഡ് ഡെത്ത് റേറ്റും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും നോക്കിക്കഴിഞ്ഞാലാണ് മോർട്ടാലിറ്റി റേറ്റ് കണ്ടീഷൻ ഒരു പോപ്പുലേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് ആനുവൽ ഡെത്ത് ഡിവൈഡഡ് ബൈ ആനുവൽ മീൻ പോപ്പുലേഷൻ ഇൻറ്റു 1000 ആണ്. അതായത് നമ്പർ ഓഫ് ഡെത്ത്സ് ഫ്രം ഓൾ കോസസ് ഇൻ എ ഗിവൺ പീരിയഡ് പെർ 1000 പോപ്പുലേഷൻ. ഒരു ഗിവൺ കമ്മ്യൂണിറ്റി, ഒരു ലൊക്കാലിറ്റിയിൽ 1000 പെർ 1000 പോപ്പുലേഷനിൽ എത്ര ആളുകൾ മരിക്കുന്നു എന്നുള്ളതാണ് ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് റിസ്ക് ഓഫ് ഡൈയിങ് ഇൻ ഈച്ച് ഓഫ് ദ ഏജ് ഗ്രൂപ്പ് സെലക്റ്റഡ് ഫോർ എ കമ്പ്യൂട്ടേഷൻ. ഓരോ പെർട്ടിക്കുലർ ഏജിലും എത്ര ആളുകൾ മരിക്കുന്നു എന്നുള്ളതാണ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ബേബീസ് അണ്ടർ 1 ഇയർ ഓഫ് ഏജ് പെർ 1000 ലൈഫ് ബർത്ത്. 1000 കുട്ടികൾ ജനിക്കുന്നതിൽ അതിൽ എത്ര കുട്ടികൾ മീൻസ് ഒരു വയസ്സിന് താഴെയുള്ള ബേബീസ് മരിക്കുന്നു എന്നുള്ളതാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി പിന്നെ ഇൻഫൻറ്റ് ഡെത്ത് റേറ്റ് എന്നും കൂടെ പറയാറുണ്ട്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് സേസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡിസസ് ടു ദ ജനറൽ ഹെൽത്തിനെസ് ഓഫ് എ സൊസൈറ്റി. ഇറ്റ് ഈസ് സിമിലർ ടു ദ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് ഫോർ ഇൻഫൻറ്റ്സ് അണ്ടർ 1 ഇയർ ഓഫ് ഏജ്. അത് ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഏജിൽ എത്ര ആൾക്കാർ മരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വയസ്സിനുള്ളിലുള്ള കുട്ടികൾ മരിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് ആണ് ഫോർ ഇൻഫൻറ്റ്സ്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.